ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി. നമ്മളിതാ ചൂണ്ടടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാരാക്കുളത്തിലേക്ക് വന്നതാണ്. നമ്മളെ ചാരാക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കുളമാണ്. ഞാനതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് നല്ല ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ കെട്ടി അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മീനുണ്ട്. കടുവൊക്കെ വലിയ കടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കടുവിനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയും പിന്നെ കുറച്ച് ഞാഞ്ഞളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടാണ് വന്നിരിക്കുന്നത്. ഞാനും ധ്രുവവും ഉണ്ണിയും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് നല്ല പച്ചക്കുരുമുളകും മസാലയൊക്കെ അരച്ച് വെച്ചോന്ന് പറഞ്ഞു. ഒരു കടുങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു. ബ്രാലൊക്കെ ഒരുപാട് ബ്രാലുണ്ട്, ഹൈ ലെവലുള്ള ബ്രാലുകളുണ്ട്. അപ്പൊ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാണ്, ഒന്ന് ശ്രമം നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് എന്തായാലും കിട്ടും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് ആ വീഡിയോയിൽ ഇത് ബ്രാലും കടും ഒക്കെ എത്തും. അപ്പോൾ താങ്ക് യു രതീഷ് പരപ്പനങ്ങാടി. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി. ഞങ്ങൾ പോവാണ് കേട്ടാ ഒരു ചെറിയ ചൂണ്ടടാൻ വേണ്ടിട്ട് ചാരാക്കുളത്തിൽ അല്ലേ ധ്രുവ? ഇന്ന് വേട്ടക്കാരൻ ധ്രുവും വേട്ടക്കാരൻ ഉണ്ണിയും. നമ്മളെ സ്റ്റിക്കൊക്കെ കാണിച്ചു കൊടുക്കേ. ഒരു ഏറു ചൂണ്ടയും പിന്നെ 2 വടിച്ചൂണ്ടയുണ്ട്. ഞാനാ ഞാഞ്ഞൂള് കാണിച്ചു കൊടുത്താ ധ്രുവ? ഇതാണ് ഞാഞ്ഞൂള് പറയും. എവിടെ ഞാഞ്ഞൂള്? എത്ര ഞാഞ്ഞൂള് കിട്ടിയണേ? 15 ഞാഞ്ഞൂളുണ്ട്. ഞങ്ങൾ എത്ര കടുവിനെ പിടിക്കുമ്പോളേ? 10 കടുവിനെ. ഉണ്ണിയോ? 5 5. ഞങ്ങളിപ്പോ കടുവിനൊക്കെ പിടിച്ചിപ്പോ വരും. ആതിരനോട് ഇത് അരച്ചൊക്കെ മറി. എന്താ അരച്ചൊക്കെ കടുവിലേക്ക് പൊരിക്കല്ലോ നമുക്ക്? പച്ച മസാല അരച്ചു വെച്ചോ. അപ്പോഴേക്ക് ഞങ്ങൾ ഇതാ പോയിട്ട് കടുവിനെ ഇപ്പൊ വരാം. ഇതേ പോയി ഇതേ വന്നു. ഇതാ ഇന്ന് കിട്ടിയ ഇതാ മീനുമായിട്ട് ധ്രുവ് ധ്യാനം കൂടി ഏട്ടൻ കൊണ്ടുവന്ന മീനിന് വേണ്ടിയിട്ട് ഇതാ അനിയൻ തൊട്ട് പോയിക്കോട്ടോനെ. പേടിപ്പിക്കലടാ അങ്ങനെ കുട്ടീനെ. ഇതിലോ പൊരിക്കുവോ? എന്നാ വേഗം പോയി പൊരിച്ചോട്. ഒന്നുകൂടി എടുത്ത വീഡിയോ എടുക്കട്ടെ. നീ തൊട്ടോട്ടെ. ധ്യാന്റെ കഷ്ടപ്പാടിലൊടുവിൽ ഇതാ വലിയൊരു ബ്രാലു കണ്ണനായിട്ട് ധ്യാനം വന്നിക്കണേ. ധ്യാനേ പൊളിച്ചടാ, പൊളിച്ച് മച്ചാനേ.